Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ അറബിക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ് നോക്കൂ നിങ്ങൾ, ഗുർഫത്തുൽ ആറാ. ഗുർഫത്ത് എന്നാൽ റൂം എന്നാണ് അർത്ഥം, റൂം. അൽ ആറാ ഈ അഭിപ്രായങ്ങളുടെ, ഒപ്പീനിയൻസ്, റൂം ഓഫ് ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങളുടെ റൂം. ഇത് ഒരു ചാനലിലെ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ്. വാക്കർത്ഥം അഭിപ്രായങ്ങളുടെ റൂം എന്നാണ്, പക്ഷേ ഇത് ഒരു ചാനലിലെ ഒരു പരിപാടിയുടെ പേരാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരാളെ കാണുന്നില്ലേ, അദ്ദേഹം ആ ചാനലിലെ ആങ്കറാണ്, അവതാരകനാണ്. ഈ പരിപാടിയുടെ അവതാരകനാണ് അദ്ദേഹം. ഈ പരിപാടി ആരംഭിക്കുകയാണ്. ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. അൽ മുഷാഹിദൂൻ അൽ അഇസ്സ അഹ്ലൻ ബിക്കും ഇലാ ഗുർഫത്തിൽ ആറാഇ അബ്ര ഖനാതി അൻ-നഹ്ല. അൽ മുഷാഹിദൂൻ വ്യൂവേഴ്സ്, കാഴ്ചക്കാരെ, അൽ അഇസ്സ പ്രിയപ്പെട്ട, ഡിയർ വ്യൂവേഴ്സ് പ്രിയപ്പെട്ട കാഴ്ചക്കാരെ. അഹ്ലൻ ബിക്കും ഇലാ ഗുർഫത്തിൽ ആറാ. അഹ്ലൻ ബിക്കും വെൽക്കം, നിങ്ങൾക്ക് സ്വാഗതം. ഇലാ ഗുർഫത്തിൽ ആറാ, ഗുർഫത്തുൽ ആറായിലേക്ക്. അതിൻ്റെ വാക്കർത്ഥം ഞാൻ പറഞ്ഞു, അഭിപ്രായങ്ങളുടെ റൂം എന്നാണ്, പക്ഷേ ഇത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ്. അഹ്ലൻ ബിക്കും ഇലാ ഗുർഫത്തിൽ ആറാ, ഗുർഫത്തുൽ ആറായിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അബ്ര ഖനാത്ത് എന്നാൽ എന്താ? ഖനാത്ത് എന്നാൽ ചാനൽ. അബ്ര ഖനാത്ത് ചാനലിലൂടെ അല്ലെങ്കിൽ ചാനലിലെ. അന്നഹ്ല, അന്നഹ്ല എന്നാണ് ആ ചാനലിൻ്റെ പേര്. അന്നഹ്ല, അന്നഹ്ല എന്നതിൻ്റെ വാക്കർത്ഥം റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നാണ്. പക്ഷേ ഇത് അന്നഹ്ല എന്നത് ഈ ചാനലിൻ്റെ പേരാണ്. അന്നഹ്ല എന്ന ചാനലിലെ ഗുർഫത്തുൽ ആറായിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗുർഫത്തുൽ ആറാ എന്നാൽ ആ ചാനലിലെ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ്. നസ്തമിഉ ദായിമൻ ഇലൽ അഖ്ബാരി വൽ മുലാഹളാതി അൻ തഗയ്യുരിൽ മുനാഖ്. നസ്തമിഉ നമ്മൾ കേൾക്കുന്നു, വി ഹിയർ. ദായിമൻ ഓൾവേസ്, എപ്പോഴും. വി ഓൾവേസ് ഹിയർ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഇലൽ അഖ്ബാർ, അഖ്ബാർ എന്നാൽ ന്യൂസ്. വി ഓൾവേസ് ഹിയർ ദ ന്യൂസ്, നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. ആൻഡ് അൽ മുലാഹളാത്ത്, ഒബ്സർവേഷൻസ്. വി ഓൾവേസ് ഹിയർ ദ ന്യൂസ് ആൻഡ് ഒബ്സർവേഷൻസ്, നമ്മൾ വാർത്തകളും വിവരമുള്ള പണ്ഡിതന്മാരുടെയൊക്കെ നിരീക്ഷണങ്ങളുമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്തിനെ പറ്റി? ആൻ, എബൌട്ട്, സംബന്ധിച്ച്. തഗയ്യുരി, ചേഞ്ച്. അൽ മുനാഖ്, ക്ലൈമറ്റ്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. വി ഓൾവേസ് ഹിയർ ദ ന്യൂസ് ആൻഡ് ഒബ്സർവേഷൻസ് എബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം, അതാണ് ക്ലൈമറ്റ് ചേഞ്ച്. അതിൻ്റെ അറബിയാണ് തഗയ്യുറുൽ മുനാഖ്. തഗയ്യുറുൽ മുനാഖ് എന്നാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അറബി. മലയാളത്തിൽ എന്താ പറയുക? കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള വാർത്തകളും നിരീക്ഷണങ്ങളുമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. വനറ, വ ആൻഡ് നെറ നമ്മൾ കാണുന്നു, ആൻഡ് വി സീ നമ്മൾ കാണുന്നുണ്ട്. അന്നഹു തീർച്ചയായിട്ടും അത്, ഹഖീഖത്തുൻ ഒരു റിയാലിറ്റിയാണ്. വി സീ ഇറ്റ് ആസ് എ റിയാലിറ്റി, ഇതൊരു യാഥാർത്ഥ്യമാണ്. മുഖീഫ ഭയപ്പെടുത്തുന്ന, ഇറ്റ് ഈസ് എ ഫ്രൈറ്റനിങ് റിയാലിറ്റി. അഥവാ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ വളരെ മുമ്പൊക്കെ കേൾക്കുമ്പോൾ അത് ഇവിടെയോടെ നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലും നമുക്ക് കാണാൻ പറ്റുന്ന ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്, അഥവാ ക്ലൈമറ്റ് ചേഞ്ച്. വനറ നമുക്ക് കാണാം, അന്നഹു തീർച്ചയായിട്ടും അത്, ഏത്? ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം. ഹഖീഖത്തുൻ അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. മുഖീഫ ഭയപ്പെടുത്തുന്ന, ഫ്രൈറ്റനിങ് റിയാലിറ്റി. ഫിൽ ആലമി ലോകത്ത്, അൽ മുആസിർ നമ്മുടെ ഈ ആധുനിക ലോകത്ത്, ഇൻ മോഡേൺ വേൾഡ്. വി സീ ഇറ്റ് ആസ് എ ഫ്രൈറ്റനിങ് റിയാലിറ്റി ഇൻ ദി മോഡേൺ വേൾഡ്.
മഅന ഫി ഹാദിഹിൽ ഹൽഖത്തി ളുയൂഫിൻ കിറാം. മഅന നമ്മുടെ കൂടെയുണ്ട്, വിത്ത് അസ് നമ്മുടെ കൂടെയുണ്ട്, ഫി ഹാദിഹിൽ ഹൽഖത്തി. ഹൽഖ എന്നാൽ എപ്പിസോഡ്. ഓരോ ഇല്ലേ ചില തുടർച്ചയായി ഉണ്ടാകുന്ന ചാനലിലെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിങ്ങനെ ഓരോ എപ്പിസോഡുകളായിട്ടാണല്ലോ ഓരോ ദിവസവും ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഹൽഖ എന്നാൽ എപ്പിസോഡ്, ഹാദിഹിൽ ഹൽഖ എന്നാലോ ഈ എപ്പിസോഡ്, ഫി ഹാദിഹിൽ ഹൽഖ എന്നാലോ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുണ്ട്, വിത്ത് അസ് ഇൻ ദിസ് എപ്പിസോഡ്, ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുണ്ട്. ലുയൂഫുൻ, ലൈഫുൻ എന്നതിൻ്റെ ജം ആണ് ലുയൂഫ്, അതിഥികൾ, ഗസ്റ്റ്. ലുയൂഫുൻ കിറാം, ആദരണീയരായ ഹോണറബിൾ ഗസ്റ്റ്. അപ്പോൾ വിത്ത് അസ് ഇൻ ദിസ് എപ്പിസോഡ് ദർ ആർ ഹോണറബിൾ ഗസ്റ്റ്, നമ്മളെ കൂടെ ആദരണീയരായ കുറേ ഗസ്റ്റുകളുണ്ട്. ആരൊക്കെയാണ് അവർ? അൽ ഉസ്താദ റന കരീമ. അൽ ഉസ്താദ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, പ്രൊഫസർ എന്നൊക്കെ അർത്ഥം പറയാം. ഇവിടെ ഉസ്താദ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഫസർ എന്നാണ്. റന കരീമ, പ്രൊഫസർ റന കരീമ. അപ്പോൾ റന കരീമ എന്നത് ഒരു സ്ത്രീയുടെ പേരാണല്ലോ, അതുകൊണ്ടാണ് ഉസ്താദത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പുരുഷൻ്റെ പേരാണെങ്കിൽ അൽ ഉസ്താദ് എന്നാണ് പറയുക. അൽ ഉസ്താദത്തു റന കരീമ. ആരാ ഈ പ്രൊഫസർ റന കരീമ? ബാഹിസത്തുൻ, അവരൊരു റിസർച്ചറാണ്, അഥവാ റിസർച്ച് ചെയ്യുന്ന, ഗവേഷണം നടത്തുന്ന ആളാണ്. എന്തിനെക്കുറിച്ച് അവർ ഗവേഷണം നടത്തുന്നത്? ഫി തഅ്സീറാത്ത്. തഅ്സീറാത്ത് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആഘാതം, ആഘാതത്തെക്കുറിച്ച്. എന്തിൻ്റെ? തഗയ്യുരിൽ മുനാഖ്, അത് നേരത്തെ പഠിച്ചല്ലോ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലേ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന ആളാണ് പ്രൊഫസർ റന കരീമ. അവർ നമ്മുടെ കൂടെയുണ്ട് ഈ ചർച്ചയിൽ. ആൻഡ് അദ്ദുക്തൂറത്തു, ഡോക്ടർ, ഡോക്ടറേറ്റ് നേടിയ ആളാണ്. ഇവിടെ രോഗിയെ പരിശോധിക്കുന്ന ആൾക്ക് എന്താ പറയുക? തൊബീബ് എന്നാണ് പറയുക. ഇത് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടറാണ്. അപ്പോൾ ദക്തൂറത്തു, ഇവിടെ തു എന്നത് കണ്ടാൽ അറിയാം അതൊരു സ്ത്രീയുടെ പേരാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ദക്തൂറത്തു എന്ന് പറഞ്ഞത്. ദക്തൂറത്തു മുനാ മറിയം, ഡോക്ടർ മുനാ മറിയം, അതൊരു സ്ത്രീയാണ് അല്ലേ. ആരാണ് ഈ മുനാ മറിയം? നാശിതത്തുൻ, അവരൊരു ആക്ടിവിസ്റ്റാണ്. ബിഇയ, എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റായ മുനാ മറിയം, ഡോക്ടർ മുനാ മറിയം, അഥവാ പരിസ്ഥിതി പ്രവർത്തകയായ മുനാ മറിയം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ആരുണ്ട്? ആൻഡ് അൽ ഉസ്താദ് പ്രൊഫസർ ജോൺ ജൂസഫ്. ജൂൺ ജൂസഫ് എന്ന് പറഞ്ഞാൽ ജോൺ ജോസഫ്. അദ്ദേഹം ആരാണ്? റയീസ്, അദ്ദേഹം ഹെഡാണ്, തലവനാണ്. ഖിസ്മി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അൽ ജുഗ്രാഫിയ, ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. എവിടെ? ഫി ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയിലെ. ഏത് യൂണിവേഴ്സിറ്റിയിലെ? അൽ ഉലൂമി, സയൻസ്. യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസിലെ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ആര്? ജോൺ ജോസഫ്. അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ 3 ആളുകളാണ് പ്രൊഫസർ റന കരീമ, റിസർച്ചർ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ്. പിന്നെ ഡോക്ടർ മുനാ മറിയം, എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റാണ്. പ്രൊഫസർ ജോൺ ജോസഫ്, അവർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജോഗ്രഫി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്. അഹ്ലൻ വ മർഹബൻ ബിദ്ദുയൂഫിൽ കിറാമി ഇലാ ഗുർഫത്തിൽ ആറാ. അഹ്ലൻ, വെൽക്കം. മർഹബൻ, വെൽക്കം. അപ്പോൾ വെൽക്കം എന്ന് പിന്നെയും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വാം വെൽക്കം അല്ലേ, ഊഷ്മളമായ സ്വാഗതം. അത് ഒന്നുകൂടി ബലപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് 2 വേർഡ്സ്, ഒരേ അർത്ഥത്തിലുള്ള 2 വേർഡ്സ് ഇവിടെ പറഞ്ഞത്. വാം വെൽക്കം, അഹ്ലം വ മർഹബൻ, സ്വാഗതം, വാം വെൽക്കം. ബിദ്ദുയൂഫി, അതിഥികൾക്ക്, ഗസ്റ്റുകൾക്ക്. അൽ കിറാം, ഹോണറബിൾ. വാം വെൽക്കം ടു അവർ ഹോണറബിൾ ഗസ്റ്റ്. ഇലാ ഗുർഫത്തുൽ ആറാ, ഗുർഫത്തുൽ ആറായിലേക്ക്. അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ, റൂം ഓഫ് ഒപ്പീനിയൻസ് എന്നാണ്. അഭിപ്രായങ്ങളുടെ റൂം,
പക്ഷേ ഇത് പ്രോഗ്രാമിൻ്റെ പേരായതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇനി ഗുർഫത്തുൽ ആറ എന്ന പ്രോഗ്രാമിലേക്ക് ഈ അതിഥികൾക്ക്, ഈ ആദരണീയരായ അതിഥികൾക്കെല്ലാം തന്നെ വാം വെൽക്കം. അപ്പോൾ ഇത്രയും അദ്ദേഹം പറഞ്ഞു നോക്കൂ. ഈ പരിപാടി തുടങ്ങുമ്പോഴുള്ള അതിൻ്റെ മുഖദ്ദിമയാണ്, അഥവാ അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് അല്ലേ. അദ്ദേഹം ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഇങ്ങനെയല്ലേ പറയാ. ഇനിയിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടില്ല. ഈ പറഞ്ഞ അതിഥികൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരോടൊക്കെ ഇനി അദ്ദേഹം ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷനാണിത്. ആ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ചെയ്തു? ഒന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്താ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്. അത് ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. ശേഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തി. 3 പേരുണ്ട്, അവരാരൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്തി. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അതിനുശേഷം പരിപാടിയുടെ പ്രധാന കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നബ്ദഉ ബി ദുക്തൂറ മുന മറിയം. നബ്ദഉ, നമുക്ക് ആരംഭിക്കാം. വി ബിഗിൻ ബി ദുക്തൂറ മുന മറിയം. ഡോക്ടർ മുന മറിയമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വി ബിഗിൻ വിത്ത് ഡോക്ടർ മുന മറിയം. അഹ്ലൻ ബിക്കി, നിങ്ങൾക്ക് സ്വാഗതം. മുന മറിയത്തിനോടാണ് പറയുന്നത്. വെൽക്കം അഹ്ലൻ ബിക്കി. അഹ്ലൻ ബിക്കി, കീ എന്ന് പറയാൻ കാരണം അതൊരു സ്ത്രീയാണല്ലോ, അവരോടാണ് പറയുന്നത് അഹ്ലൻ ബിക്കി. അപ്പോൾ നിങ്ങൾക്ക് സ്വാഗതം, വെൽക്കം. നർജു മിൻകി കലിമാത്തിൻ മൂജസ അനിൽ മുറാദി ബി തഗയ്യുരിൽ മുനാഖ്. നർജു, വി ഹോപ്പ് അല്ലെങ്കിൽ വി എക്സ്പെക്റ്റ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിൻകി, നിന്നിൽ നിന്ന്, മുനാമറിയത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കീ എന്ന് പറയാൻ കാരണം എന്താ, അതൊരു സ്ത്രീ ആയതുകൊണ്ടാട്ടോ. ഒരു പുരുഷനോടാണ് പറയുന്നതെങ്കിൽ മിൻക എന്നാണ് പറയുക. അപ്പം നെർജു മിൻകി, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കലിമാത്തിൻ, വാക്കുകൾ, വേർഡ്സ്. മൂജസ, സംക്ഷിപ്തമായ ബ്രീഫ് വേർഡ്സ്. അനിൽ മുറാദി, ഉദ്ദേശത്തെക്കുറിച്ച്, മീനിങ്ങിനെ കുറിച്ച്. അൻ എന്നാൽ എബൌട്ട്, മുറാദ് എന്നാൽ മീനിങ്, ഉദ്ദേശം. ഉദ്ദേശത്തെക്കുറിച്ച്. ബി തഗയ്യുരിൽ മുനാഖ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച്, അഥവാ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് സംക്ഷിപ്തമായ കുറച്ച് വാക്കുകളിൽ ഒന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. യുനല്ലിമു നാദി അൽ ബിഅതി ഫി മദ്രസതിക മുനാഖശതൻ ഹൗല തഅസീറാത്തി ഇസാലത്തിൽ ഗാബാത്ത്. മുഖദ്ദിമുൽ ബർനാമജി സ്വദീഖുക നുസാഇദുഹു അല ഇദാദിൽ മുഖദ്ദിമ. യുനല്ലിമു, ഓർഗനൈസസ് അഥവാ സംഘടിപ്പിക്കുന്നു, ഓർഗനൈസ് ചെയ്യുന്നു അഥവാ സംഘടിപ്പിക്കുന്നു. നാദി, ക്ലബ്ബ്. അൽ ബിഅതി, എൻവയോൺമെൻറ്റ് ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്. പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു. ഫി മദ്രസതിക, നിന്റെ സ്കൂളിൽ പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു. എന്ത് സംഘടിപ്പിക്കുന്നു? മുനാഖശതൻ. മുനാഖശ എന്നാൽ ഡിസ്കഷൻ, ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു. ഇൻ യുവർ സ്കൂൾ എൻവയോൺമെൻറ്റ് ക്ലബ് ഈസ് ഓർഗനൈസിങ് എ ഡിസ്കഷൻ. എന്തിനെ കുറിച്ചാണ്? ഹൗല, കുറിച്ച്, സംബന്ധിച്ച്, എബൌട്ട്. തഅസീറാത്ത്, എഫക്റ്റുകളെ സംബന്ധിച്ച്, ഇമ്പാക്റ്റുകളെ സംബന്ധിച്ച്. ഇസാലത്തിൽ ഗാബാത്ത്, ഇസാലത്ത് എന്നാൽ റിമൂവൽ, ഒഴിവാക്കുക. അൽ ഗാബാത്ത്, കാടുകൾ ഒഴിവാക്കുക. ഫോറസ്റ്റ് റിമൂവൽ ഓഫ് ഫോറസ്റ്റ്. കാടുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക. കാടുകൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ മരങ്ങൾ വെട്ടിമുറിച്ചില്ലേ കാടുകൾ ഇല്ലാതാക്കുക. അതിൻ്റെ മറ്റൊരു വാക്കാണ് വനനശീകരണം, ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ എഫക്റ്റ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. തഅസീറാത്തു ഇസാലത്തിൽ ഗാബാത്ത്, ഡീഫോറസ്റ്റേഷൻ്റെ എഫക്റ്റുകൾ, വനനശീകരണം കൊണ്ടുണ്ടാകുന്ന ആഘാതങ്ങൾ.
പ്രകൃതിയിലും സമൂഹത്തിലൊക്കെ അതുവഴി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നിൻ്റെ സ്കൂളിൽ പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുകയാണ്. മുഖദ്ദിമുൽ ബർനാമജ്, മുഖദ്ദിം പ്രസൻറ്റർ, അവതാരകൻ, അൽ ബർനാമജി ആ പ്രോഗ്രാമിൻ്റെ അവതാരകൻ, പ്രസൻറ്റർ ഓഫ് ദി പ്രോഗ്രാം, അതിനാണ് ആങ്കർ എന്ന് പറയാം. നമുക്കറിയാമല്ലോ ആ പരിപാടിയുടെ അവതാരകൻ ആരാണ്? സ്വദീഖ്. സ്വദീഖ് എന്ന ഫ്രണ്ട്, സ്വദീഖുക്ക നിൻ്റെ ഫ്രണ്ടാണ്. നിൻ്റെ സ്കൂളിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അതിൻ്റെ ആങ്കറായിട്ട്, അതിൻ്റെ അവതാരകനായിട്ട് ആരാണ് ഉള്ളത്? നിൻ്റെ സുഹൃത്താണ്. നുസാഇദുഹു, നുസാഇദു നമുക്ക് സഹായിക്കാം, വി ഹെൽപ്പ്, അല്ലെങ്കിൽ ലെറ്റസ് ഹെൽപ്പ്. നുസാഇദുഹു, ലെറ്റസ് ഹെൽപ്പ് ഹിം, നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാം. എന്തിനാ സഹായിക്കേണ്ടത്? അല ഇദാദ്, ടു പ്രിപ്പയർ, തയ്യാറാക്കാൻ, ഓൺ പ്രിപ്പയറിങ്. എന്ത് തയ്യാറാക്കാൻ? അൽ മുഖദ്ദിമ, ദ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ മുഖദ്ദിമ എന്നാൽ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ പാഠത്തിൽ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു എന്താണ് മുഖദ്ദിമ എന്ന്. അഥവാ ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ആമുഖം, അതാണ് ഇൻട്രൊഡക്ഷൻ. അതിനാണ് അറബിയിൽ മുഖദ്ദിമ എന്ന് പറയാം. അപ്പോൾ സ്കൂളിൽ ഈ ചർച്ച നടക്കുകയാണ്. ചർച്ച ഏത് വിഷയത്തെക്കുറിച്ചാണ്? തഅ്സീറാത്തു ഇസാലത്തിൽ ഗാബാത്ത്, ഡീഫോറസ്റ്റേഷൻ്റെ എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം കൊണ്ടുള്ള ആഘാതങ്ങൾ. ഈ വിഷയത്തിൽ അതിൻ്റെ ആങ്കർ ആരാണ്? നിൻ്റെ സുഹൃത്താണ്. ആ സുഹൃത്ത് എങ്ങനെയാണ് ഈ ചർച്ച തുടങ്ങേണ്ടത്, അതിന് ഇൻട്രൊഡക്ഷൻ അദ്ദേഹം എങ്ങനെ പറയണം, അത് തയ്യാറാക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, ഈ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ മുഖദ്ദിമ അഥവാ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കേണ്ടത്. നോക്കാം നമുക്ക് ആരൊക്കെയാണ് പങ്കെടുക്കുന്ന ഇതിൽ. അൽ മുഷാരിഖൂൻ, പങ്കെടുക്കുന്നവർ, പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാ? 3 പേര് ഇവിടെ ഉണ്ടല്ലേ. നാഷിത്തുൻ ബിഇയുൻ, നാഷിത്ത് എന്നാൽ ആക്ടിവിസ്റ്റ്, ബിഇയുൻ എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് അഥവാ പരിസ്ഥിതി പ്രവർത്തകൻ. മുദർരിസത്തുൽ ഉലൂം, മുദർരിസത്ത് അധ്യാപിക, അൽ ഉലൂം സയൻസ് അധ്യാപിക. ബാഹിസുൻ ഫി അഖ്താരി ഇസാലത്തിൽ ഗാബാത്ത്, ബാഹിസുൻ എ റിസർച്ചർ, ഒരു ഗവേഷണം നടത്തുന്ന ആള്. എന്തിനെക്കുറിച്ചാ? ഫി അഖ്താർ, ഡേഞ്ചേഴ്സിനെ കുറിച്ച്, എബൌട്ട് ദി ഡേഞ്ചേഴ്സ്, അപകടങ്ങളെക്കുറിച്ച്. ഇസാലത്തിൽ ഗാബാത്ത്, ഡീഫോറസ്റ്റേഷൻ്റെ, റിമൂവൽ ഓഫ് ഫോറസ്റ്റ് അഥവാ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാളും ഇതിലുണ്ട്. ഇങ്ങനെ 3 പേരാണ് ഈ ചർച്ചയ്ക്ക് വന്ന അതിഥികൾ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവിടെ കൊടുക്കുന്നു. അസ്തിഖാഇ അൽ അഇസ്സ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഡിയർ ഫ്രണ്ട്സ്, അഹ്ലം ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. പിന്നെ എന്തൊക്കെ പറയണം ഇൻട്രൊഡക്ഷനായി, മുഖദ്ദിമയായിട്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എഴുതി നോക്കാം. അസ്തിഖാഇ അൽ അഇസ്സ, അതുപോലെ തന്നെ നമ്മൾ എഴുതി. അഹ്ലം ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം, വെൽക്കം. എങ്ങോട്ടാ അവരെ വെൽക്കം ചെയ്യേണ്ടത്? ഇലാ നദ്വത്തിന, നമ്മുടെ സെമിനാറിലേക്ക്. അൽ മദ്രസിയ, സ്കൂൾ സെമിനാറിലേക്ക്. വെൽക്കം ടു അവർ സ്കൂൾ സെമിനാർ. സ്കൂളിൽ നടക്കുന്ന ഒരു സെമിനാറാണല്ലോ, ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ തുടക്കം പറയേണ്ടത് അങ്ങനെയല്ലേ. നേരത്തെ ചാനലിലൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത്. ഇതങ്ങനെ അല്ലാതെ സ്കൂളിലെ ഒരു സെമിനാർ പരിപാടിയാണ്, ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലേക്ക് സ്വാഗതം എന്നാണല്ലോ പറയേണ്ടത്. അഹ്ലം ബിക്കും ഇലാ നദ്വത്തിന അൽ മദ്രസിയ, അഹ്ലം ബിക്കും നിങ്ങൾക്ക് സ്വാഗതം, ഇലാ നദ്വത്ത്, നദ്വത്ത് എന്ന് പറഞ്ഞാൽ സെമിനാർ, നദ്വത്തിന നമ്മുടെ സെമിനാർ, അൽ മദ്രസിയ സ്കൂൾ, വെൽക്കം ടു അവർ സ്കൂൾ സെമിനാർ. നഹ്നു വി, നമ്മൾ, നുനാഖിഷു നമ്മൾ ചർച്ച ചെയ്യുന്നു, വി ഡിസ്കസ്, അൽ യൗം ടുഡേ, ടുഡേ വി ഡിസ്കസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു, ആൻ എബൌട്ട് സംബന്ധിച്ച്. എന്തിനെ സംബന്ധിച്ച? തഅ്സീറാത്ത് ഇമ്പാക്റ്റുകളെ സംബന്ധിച്ച്, ആഘാതങ്ങളെ സംബന്ധിച്ച്. എന്തിൻ്റെ ആഘാതമാണ്?
ഇസാലത്തിൽ ഗാബാത്ത്, ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ദി ഫോറസ്റ്റ്. മഅന ഫി ഹാദിഹിൽ മുനാഖശ, മഅന നമ്മുടെ കൂടെയുണ്ട്, വിത്ത് അസ് അല്ലെങ്കിൽ ജോയിനിങ് അസ് നമ്മുടെ കൂടെ ചേരുന്നു, ഫി ഹാദിഹിൽ മുനാഖശ, മുനാഖശ എന്നാൽ ഡിസ്കഷൻ, ഹാദിഹിൽ മുനാഖശ എന്നാലോ ദിസ് ഡിസ്കഷൻ, ഈ ചർച്ച, ഫി ഹാദിഹിൽ മുനാഖശ ഇൻ ദിസ് ഡിസ്കഷൻ, ജോയിനിങ് അസ് ഫോർ ദിസ് ഇൻ ദിസ് ഡിസ്കഷൻ, ലുയൂഫുൻ കിറാം, ലുയൂഫുൻ ഗസ്റ്റുകൾ, ഗസ്റ്റ്, കിറാം ഹോണറബിൾ, ആദരണീയരായ ഗസ്റ്റുകളും നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ഗസ്റ്റുകൾ എന്ന് നോക്കാം. അൽ ഉസ്താദ് ഖാലിദ് അഹ്മദ്, അത് നമ്മളെ വർക്കിലില്ല ഇങ്ങനെ ഒരു പേര്, പക്ഷേ 3 പേര് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തണമല്ലോ. അവർ ആരൊക്കെയാണ്, ഒരാൾ എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെയല്ലേ, അങ്ങനെ 3 പേരുടെ പേരാണ് നമ്മളെ വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ, മുഖദ്ദിമ പറയുമ്പോൾ അവരുടെ പേര് കൂടി പറയണം. നമ്മുടെ പാഠഭാഗത്ത് അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എഴുതുമ്പോൾ ഏതെങ്കിലും 3 പേര് ആ ഓരോന്നിൻ്റെയും മുന്നിൽ എഴുതണം. അൽ ഉസ്താദ് ഖാലിദ് അഹ്മദ്, അദ്ദേഹം ആരാണ്? നാഷിത്തുൻ BE, അദ്ദേഹം എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് ആണ്. പിന്നെയോ വൽ മുഅല്ലിമ ഫാത്തിമ ടീച്ചർ, മുദർരിസത്തു ഉലൂം എന്നാൽ സയൻസ് ടീച്ചറാണ്, സയൻസ് ടീച്ചർ. വദ്ദുക്തൂർ ഉമർ, ഡോക്ടർ ഉമർ, അദ്ദേഹം ആരാണ്? ബാഹിസുൻ ഫി അഖ്താരി ഇസാലത്തിൽ ഗാബാത്ത്, അത് നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞതാണല്ലോ. അതായത് ഡീഫോറസ്റ്റേഷൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളാണ് ദുക്തൂർ ഉമർ. അപ്പോൾ ഈ അതിഥികളെ പരിചയപ്പെടുത്തി. ആദ്യം നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എന്ന് പറഞ്ഞു, അതിഥികൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു വാക്കുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്, അഹ്ലൻ വ മർഹബൻ ബിൽ ളുയൂഫിൽ കിറാമി ഇലാ ഖാഅത്തിൽ മുനാഖശാത്ത്. അഹ്ലൻ വ മർഹബൻ, എന്താ അതിൻ്റെ അർത്ഥം? വാം വെൽക്കം അല്ലേ, രണ്ടിൻ്റെ അർത്ഥം വെൽക്കം തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി പറയുമ്പോൾ വാം വെൽക്കം, ഊഷ്മളമായ സ്വാഗതം. ബിൽ ളുയൂഫിൽ കിറാം, ആദരണീയരായ നമ്മുടെ ഗസ്റ്റുകൾക്ക് വാം വെൽക്കം ടു അവർ ഹോണറബിൾ ഗസ്റ്റ്സ്. എങ്ങോട്ടാ സ്വാഗതം? ഇലാ ഖാഅത്തിൽ മുനാഖശാത്ത്, ഖാഅത്ത് എന്നാൽ ഹാള്, മുനാഖശാത്ത് എന്നാൽ ചർച്ചയുടെ, ഡിസ്കഷൻ ഹാൾ. വാം വെൽക്കം ടു അവർ ഹോണറബിൾ ഗസ്റ്റ് ഇൻ ദി ഡിസ്കഷൻ ഹാൾ, ഈ ഡിസ്കഷൻ ഹാളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിനുശേഷം പിന്നെ ചർച്ച തുടങ്ങാണ് അല്ലേ, ഓരോരുത്തരോടായി ചോദ്യം ചോദിക്കുന്നു, അവരതിന് മറുപടി പറയുന്നു. ആങ്കറാണ് ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഈ അതിഥികൾ മറുപടി പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എന്നിട്ട് നോക്കൂ നിങ്ങൾ, നബ്ദഉ ബിസ്, ഇത്രയും എഴുതിയാൽ മതി. മുഖദ്ദിമ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും എഴുതിയാൽ മതി. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? നബ്ദഉ ബിസുആലി ദുക്തൂർ ഉമർ, നബ്ദഉ നമുക്ക് തുടങ്ങാം, ലെറ്റ് us സ്റ്റാർട്ട്, അല്ലെങ്കിൽ വി ബിഗിൻ ബിസുആൽ, ചോദ്യവുമായി. വി ബിഗിൻ വിത്ത് എ ക്വസ്റ്റ്യൻ. ആരോടാണ്? ദുക്തൂർ ഉമർ, ഡോക്ടർ ഉമറിനോടുള്ള ഒരു ചോദ്യവുമായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്നിട്ട് ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കണം. ആ ചോദ്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോവേണ്ട കാര്യമല്ല. ഓക്കെ, ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതാമെന്ന് മനസ്സിലായല്ലോ. ഇത്തരം ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒക്കെ അതിൻ്റെ മുഖദ്ദിമ എങ്ങനെയാണ് പറയുക എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ വർക്കിന് മുമ്പ് എന്തായിരുന്നു ആങ്കർ ചോദിച്ചത്? മുനാ മറിയം അല്ലേ, ഡോക്ടർ മുനാ മറിയത്തിനോട് ഒരു ചോദ്യം ചോദിച്ചതാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാൻ പറ്റുമോ എന്നാണ് മുനാ മറിയത്തോട് ചോദിച്ചത്. അപ്പോൾ അവരതിന് മറുപടി പറയാൻ, അയ്യുഹൽ മുഷാഹിദൂൻ അൽ അഹിബ്ബ, അയ്യുഹൽ മുഷാഹിദൂൻ, വ്യൂവേഴ്സ്, അൽ അഹിബ്ബ, പ്രിയപ്പെട്ട, ഡിയർ വ്യൂവേഴ്സ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാരണം അവർ സംസാരം തുടങ്ങുകയാണല്ലോ. അപ്പോൾ അവരുടെ ചർച്ച കേൾക്കുന്ന വ്യൂവേഴ്സിനോട്, പ്രേക്ഷകരോട് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുകയാണ്. തഹിയ്യത്തൻ ലക്കും, നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ, ഗ്രീറ്റിംഗ്സ്. തഗയ്യുറുൽ മുനാഖി യുഹദ്ദിദു ഖിയാമൽ ഹൈവാനാത്ത്. തഗയ്യുറുൽ മുനാഖ്, അതെന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ക്ലൈമറ്റ് ചേഞ്ച്.
കാലാവസ്ഥാ വ്യതിയാനം, അത് യുഹദ്ദിദു, അത് ഭീഷണിയാകുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ത്രട്ടൻസ്, അത് ഭീഷണിയാകുന്നു. ഖിയാമ, നിലനിൽപ്പിനെ, എക്സിസ്റ്റൻസ്. അൽ ഹയവാനാത്തി, ജീവികളുടെ. ക്ലൈമറ്റ് ചേഞ്ച് ത്രട്ടൻസ് ആനിമൽ എക്സിസ്റ്റൻസ്, കാലാവസ്ഥാ വ്യതിയാനം ജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഫ, അപ്പോൾ, ഹുവ, അത്, അഥവാ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതെന്താന്ന് പറയാൻ പോവാണ് ഇനി. തഹവ്വുലാത്തുൻ, അത് ഷിഫ്റ്റാണ്, ഷിഫ്റ്റ്, മാറ്റം. തൊവീലത്തുൽ അമദ്, തൊവീൽ എന്നാൽ എന്താ? നീണ്ട, അല്ലേ, ലോങ്. അമദ് എന്നാൽ ടേം, ദീർഘകാലയളവ്, കുറേ കാലം, അതാണ് ദീർഘകാലയളവ് എന്ന് പറഞ്ഞാൽ. ലോങ് ടേം ആയിട്ടുള്ള ഒരു ഷിഫ്റ്റാണ്, ഒരു മാറ്റമാണ്. ഫി ദറജാത്തിൽ ഹറാറത്തി, ഹറാറത്ത് എന്നാൽ എന്താണ്? ടെമ്പറേച്ചർ, ചൂട്. ദറജാത്തിൽ ഹറാറത്ത് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ലെവലിൽ, ദറജാത്ത് ഡിഗ്രീസ്, അൽ ഹറാറത്തി ടെമ്പറേച്ചറിൻ്റെ, ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ടെമ്പറേച്ചർ ഡിഗ്രീസ്. അതുപോലെ വ ആൻഡ് അൻമാത്തി, പാറ്റേൺസിലും, പാറ്റേണുകളിലും. അത്തഖ്സി, വെദർ, കാലാവസ്ഥയുടെ പാറ്റേണിലും വരുന്ന ലോങ് ടേം ആയിട്ടുള്ള മാറ്റം. അല കൗക്കബിൽ അർള്, അർള് എന്നാൽ ഭൂമി, കൗക്കബിൽ അർള്, ഇവിടെ കൗക്കബ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്ലാനറ്റ്. അപ്പോൾ ഭൂമി എന്ന ഗ്രഹത്തിൽ, ഓൺ പ്ലാനറ്റ് എർത്ത്, ഭൂമി എന്ന ഈ ഗ്രഹത്തിൽ ഇവിടുത്തെ വെതർ പാറ്റേണിലും അതുപോലെ ടെമ്പറേച്ചർ ലെവലിലുമൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ഷിഫ്റ്റ്, ലോങ് ടേം മാറ്റം, ലോങ് ടേം ആയിട്ടുള്ള ദീർഘകാലയളവിൽ മാറ്റമുണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വളരെ സംക്ഷിപ്തമായി, അല്ലേ, കുറഞ്ഞ വാക്കുകളിൽ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ആങ്കർ പറയാണ് ത്വയ്യബ്, ഗുഡ്, ഗുഡ്, അഥവാ യെസ്, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അൽ ആൻ അത്റഹു സുആലൻ അലൽ ഉസ്താദ റന കരീമ. അൽ ആൻ, നൗ, ഇപ്പോൾ. അത്റഹു സുആലൻ, സുആൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ, ചോദ്യം. അത്റഹു സുആലൻ, ഐ പ്രസന്റ് എ ക്വസ്റ്റ്യൻ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആരോട്? അലൽ ഉസ്താദ റന കരീമ, പ്രൊഫസർ റന കരീമയോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? മാഹിയ അസ്ബാബ് ഹാദിഹി ലാഹിറ. മാഹിയ, എന്തൊക്കെയാണ്? വാട്ട് ആർ. അസ്ബാബ്, സബബ് എന്നാൽ കോസ്, അസ്ബാബ് എന്നാൽ കോസസ്, കാരണങ്ങൾ. ഹാദിഹി ലാഹിറത്തി, ലാഹിറത്ത് എന്ന് പറഞ്ഞാൽ ഫിനോമെനൻ എന്നാണ് അതിനർത്ഥം. ഫിനോമെനൻ അഥവാ പ്രതിഭാസം. ഹാദിഹി ലാഹിറത്തി, ഈ പ്രതിഭാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് ഫിനോമെനൻ, അഥവാ വാട്ട് ആർ ദ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നത്? പ്രൊഫസർ റന കരീമയോടാണ് ചോദ്യം. അപ്പോൾ അവർ മറുപടി പറയാണ് തഹിയത്തൻ ത്വയ്യിബ. തഹിയത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അവർ വ്യൂവേഴ്സിനെ അഭിവാദ്യം ചെയ്യുകയാണ്. അഭിവാദ്യങ്ങൾ എന്താണ്? അവരും ആദ്യമായിട്ട് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അഭിവാദ്യങ്ങൾ, തഹിയത്തൻ ത്വയ്യിബ, അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഹുനാക അസ്ബാബുൻ കസീറ ലി തഗയ്യുറാത്തിൽ മുനാഖ്. ഹുനാക, ദർ ആർ, അഥവാ ഉണ്ട്. അസ്ബാബുൻ, കാരണങ്ങളുണ്ട്. ദർ ആർ കോസസ്. കസീറ, മെനി. ദർ ആർ മെനി കോസസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ലി തഗയ്യുറാത്തി, ചേഞ്ചുകൾക്ക്. അൽ മുനാഖി, ക്ലൈമറ്റ് ചേഞ്ചുകൾക്ക്. ദർ ആർ മെനി കോസസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. തഗയ്യുറിൽ മുനാഖ്, തഗയ്യുറാത്തിൽ മുനാഖ് എന്നാണ് ഇവിടെ പറഞ്ഞത്. രണ്ടും ക്ലൈമറ്റ് ചേഞ്ച് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം പറയാണ് അസ്ബാബുൻ ബിഇയ്യ. അസ്ബാബുൻ, കോസസ്, കാരണങ്ങൾ. ബിഇയ്യ,
എൻവയോൺമെൻ്റൽ കോസസ് അല്ലെങ്കിൽ നാച്ചുറൽ കോസസ് എന്ന് പറയാം. എൻവയോൺമെൻ്റൽ അഥവാ നാച്ചുറൽ കോസസ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. അതിലൊരു തരം കാരണം എന്താണ്? നാച്ചുറൽ കോസസ്. മിസ്ലൽ ബുർക്കാനി വൽ ഫയലാനി വഹരീഖിൽ ഗാബത്തി വഗൈരിഹ. മിസ്ല സച്ചാസ് അഥവാ ലൈക്ക്, പോലെ. എന്തൊക്കെ പോലെ? അൽ ബുർക്കാനി വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങൾ പോലെ. ബുർക്കാൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം, വോൾക്കാനോസ്. ആൻഡ് അൽ ഫയലാൻ ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം. ആൻഡ് ഹരീഖിൽ ഗാബത്തി. ഗാബത്ത് എന്നാൽ ഫോറസ്റ്റ്, ഹരീഖ് എന്നാലോ കത്തുക, കാട് കത്തുക, അതിന് ഫോറസ്റ്റ് ഫയർ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നാച്ചുറൽ കോസസ് ആണ്, പ്രകൃതിയിൽ തന്നെ ഉണ്ട്, ഇത് മനുഷ്യർ കാരണം ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ വോൾക്കാനോ അഥവാ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പലതരം ഗ്യാസുകളും അല്ലേ, അങ്ങനെ പല സാധനങ്ങളും അന്തരീക്ഷത്തിലേക്ക് വരും. അത് അന്തരീക്ഷത്തിലേക്ക് ചേരുമ്പോൾ അത് ഇവിടുത്തെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് മനുഷ്യർ ചെയ്യുന്നതല്ലെങ്കിലും പ്രകൃതി താനെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് വലിയ ഒരുപാട് ഏക്കർ കണക്കിന് ഉള്ള കാട് കത്തുമ്പോൾ അത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരും ഇത് കത്തുമ്പം. അപ്പോൾ അതൊക്കെ ഈ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ വഗൈരിഹ എന്ന് പറഞ്ഞാൽ ആൻഡ് അതേഴ്സ്. അതുപോലെ വേറെയും പലതുണ്ട്. അതിൽ 3 ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ബുർഖാൻ അഥവാ വോൾക്കാനോ, പിന്നെ ഫയലാൻ എന്ന് പറഞ്ഞാൽ ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം, വഹരീഖിൽ ഗാബത്ത് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ. പിന്നെ മറ്റൊന്നുണ്ട് ആൻഡ് അസ്ബാബുൻ കോസസ് ബികസ്ബ്. കസ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ഷൻ എന്നാണ്. ഇവിടെ ആക്ഷൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രവർത്തനം. ഐദി കൈകളുടെ, അൽ ഇൻസാനി മനുഷ്യൻ്റെ കൈകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്ന കാരണങ്ങൾ അഥവാ മനുഷ്യർ ചെയ്തുണ്ടാക്കുന്ന കാരണങ്ങൾ, ഹ്യൂമൻ മെയ്ഡ് കോസസ് എന്ന് പറയാം അല്ലേ. മാൻ മെയ്ഡ് കോസസ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് കോസസ് എന്ന് പറയാം. മനുഷ്യരുടെ പ്രവർത്തനം മൂലം ഉണ്ടാവുന്ന ചില കാരണങ്ങൾ. മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്നുണ്ട്. മിസ്ല സച്ചാസ് അല്ലെങ്കിൽ ലൈക്ക്, പോലെ. എന്തൊക്കെ പോലെ? അത്തൽവീസ് പൊല്യൂഷൻ, മലിനീകരണം. ആൻഡ് ഇസാലത്ത് റിമൂവൽ, നീക്കം ചെയ്യുക. അൽ ഗാബാത്ത് ഫോറസ്റ്റുകൾ, കാടുകൾ നീക്കം ചെയ്യുക, കാടുകൾ വെട്ടിത്തെളിക്കുക. ആൻഡ് അൽ ജിബാൽ മലകൾ അല്ലേ, ഹിൽസ് റിമൂവൽ ഓഫ് ഹിൽസ്, മലകൾ നീക്കം ചെയ്യുക. അഥവാ വലിയ JCB ഒക്കെ ഉപയോഗിച്ചിട്ടേ ഒരാഴ്ച കൊണ്ട് വലിയൊരു മല തന്നെ നീക്കം ചെയ്ത് കളയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. അതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. ആൻഡ് ഇസ്തിഖ്ദാം യൂസേജ്, ഉപയോഗം. അൽ ബിലാസ്തിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. ആൻഡ് നിഫ്ത് എന്നാൽ പെട്രോൾ ഡീസൽ ഒക്കെ പോലെയുള്ള ഓയിലുകളുടെ ഉപയോഗം. ബിലാ ഹുദൂദ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ്. ബിലാ ഹുദൂദ് എന്നാൽ ലിമിറ്റ്ലെസ്, അൺലിമിറ്റഡ് ആയിട്ട് ഒരു പരിധിയില്ലാതെ പെട്രോൾ ഡീസലൊക്കെ പോലെയുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നു. ഈ കാരണങ്ങളൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. അപ്പോൾ 2 തരം കാരണങ്ങൾ, അസ്ബാബുൻ ബിഇയ നാച്ചുറൽ കോസസ്, മറ്റൊരു തരം കാരണം എന്താണ്? മാൻ മെയ്ഡ് കോസസ്, മനുഷ്യരുടെ പ്രവർത്തനം വഴി ഉണ്ടാവുന്ന കാരണങ്ങൾ. അസ്ബാബും ബി കസ്ബി ഐദിൽ ഇൻസാൻ. അപ്പോൾ ഇങ്ങനെ 2 തരം കാരണങ്ങളുണ്ട് എന്നാണ് റന കരീമ പറയുന്നത്. ശേഷം ആങ്കർ പറയാണ്, അസ്സയ്യിദ റന കരീമ ശുക്രൻ ലക്കി അല കലിമാതികിൽ ഖയ്യിമ. അസ്സയ്യിദ മിസ് റന കരീമ ശുക്രൻ ലക്കി നിങ്ങൾക്ക് നന്ദി, താങ്ക് യു. അല കലിമാതികി ഫോർ യുവർ വേർഡ്സ്, കലിമാതികി യുവർ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകൾക്ക്. അൽ ഖയ്യിമ വാല്യുബിൾ, ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്, നിങ്ങളുടെ മൂല്യവത്തായ ഈ വാക്കുകൾക്ക് നന്ദി എന്ന് പറഞ്ഞു. അയ്യുഹൽ ഉസ്താദ് ജോൺ ജോസഫ്. ശേഷം അദ്ദേഹം പ്രൊഫസർ ജോൺ ജോസഫിനോട് ചോദിക്കുകയാണ്, അയ്യുഹൽ ഉസ്താദ് ജോൺ ജോസഫ്
ലിത്തഗയ്യുറാത്തിൽ മുനാഖി അസറുൻ ബാലിഗുൻ. ലിത്തഗയ്യുറാത്തിൽ മുനാഖ്, ക്ലൈമറ്റ് ചേഞ്ചിനുണ്ട്. ലി എന്ന് പറഞ്ഞാൽ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് അസറുൻ, ഇമ്പാക്റ്റ് ഉണ്ട്, ആഘാതമുണ്ട്. ബാലിഗുൻ, സിവിയർ ആയിട്ടുള്ള കടുത്ത ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച്. പ്രകൃതിയിൽ അതുവഴി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കടുത്ത ആഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സിവിയർ ഇമ്പാക്റ്റ്. മിൻ ഫദ്ലിക്, പ്ലീസ്, നർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ വി എക്സ്പെക്റ്റ്, അല്ലെങ്കിൽ വി റിക്വസ്റ്റ്, അത്തഫാസീൽ, ഡീറ്റെയിൽസ്. വി റിക്വസ്റ്റ് ഡീറ്റെയിൽസ്. എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് വഴി ഇവിടെ ഉണ്ടാവുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സിവിയർ ഇമ്പാക്റ്റ്. പ്ലീസ് ഷെയർ ദ ഡീറ്റെയിൽസ് വിത്ത് അസ്. ലഹറ അല ശാശത്തി ഖബറുൻ ആജിൽ. അപ്പോൾ ഇതൊരു ടി വിയിൽ നടക്കുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആ സ്ക്രീനിൽ ഒരു സംഗതി വരികയാണ്. ലഹറ, പ്രത്യക്ഷപ്പെട്ടു, അപ്പിയേഴ്സ്, അല ശാശത്തി, സ്ക്രീൻ. ശാശത്ത് എന്നാൽ സ്ക്രീൻ. അല ശാശത്തി, ഓൺ ദി സ്ക്രീൻ. ഖബറുൻ, ന്യൂസ്. ആജിലുൻ, ബ്രേക്കിംഗ് ന്യൂസ്. ബ്രേക്കിംഗ് ന്യൂസ് അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ സ്ക്രീനിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടി വി ഒക്കെ കാണുന്നവരല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ലഹറ, പ്രത്യക്ഷപ്പെട്ടു, അപ്പിയേഴ്സ്, അല ശാശത്തി, ഓൺ ദി സ്ക്രീൻ, ടി വിയുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ഖബറുൻ ആജിൽ. ഖബറുൻ ആജിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസ്. അഖ്ബാറുൻ അൽ ആജില, അൽ അഖ്ബാറുൽ ആജില എന്നും പറയും. രണ്ടും പ്ലൂരലാക്കിയിട്ട്, ബഹുവചനമാക്കിയിട്ട് ഖബറുൻ ആജിൽ എന്ന് പറയാം, അല്ലെങ്കിൽ അൽ അഖ്ബാറുൽ ആജില. മീദാലിയത്തുൻ ഫില്ലിയ ലിൽ ഹിന്ദ്. മീദാലിയത്തുൻ എന്ന് പറഞ്ഞാൽ മെഡൽ എന്നാണ് അർത്ഥം. ഫില്ലിയ, സിൽവർ മെഡൽ. ലിൽ ഹിന്ദ്, ഇന്ത്യക്ക്. സിൽവർ മെഡൽ ഫോർ ഇന്ത്യ. അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. എന്താ അതിൽ പറയുന്നത്? ഹാസ നീരാജ് ജൂബ്ര മീദാലിയത്തൻ ഫില്ലിയത്തൻ ഫി റംയ റുംഹി ഫി ഒളിമ്പിയാദ്. ഹാസ, നേടി, വിൻസ്. നീരാജ് ജൂബ്ര. നീരാജ് ജൂബ്ര എന്നാൽ നീരജ് ചോപ്ര അല്ലേ? നീരജ് ചോപ്ര നേടി. മീദാലിയ, മെഡൽ. ഫില്ലിയ, സിൽവർ മെഡൽ നേടി. ഫി റംയർ റുംഹി. റംയുർ റുംഹ്, റംയി എന്ന് പറഞ്ഞാൽ എറിയ, ത്രോ. റുംഹ് എന്നാൽ ജാവലിൻ, ജാവലിൻ ത്രോയിൽ. ഫി ഒളിമ്പിയാദ്, ഒളിമ്പിക്സിൽ. ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സിൽവർ മെഡൽ നേടിയിരിക്കുന്നു. ഇതാണ് ഇവിടെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നിട്ടുള്ളത്. نجمع أخبار الأمس العاجلة من القنوات العربية. نجمع, let us gather, അല്ലെങ്കിൽ let us compile, നമുക്ക് ശേഖരിക്കാം. അഖ്ബാർ അൽ ആജില, ഇങ്ങനെ കേട്ടോ, അഖ്ബാർ അൽ ആജില. അതിനിടയിൽ അംസി എന്നുണ്ടല്ലോ. ഓക്കെ, അഖ്ബാറിൽ ആജില എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ്. അതിനിടയിൽ പറഞ്ഞ അംസി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസ്. നജ്മൗ അഖ്ബാർ അൽ അംസിൽ ആജില, ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ നമുക്ക് ശേഖരിക്കാം. മിനൽ ഖനവാത്തി, ചാനലുകളിൽ നിന്ന്. ഖനാത്തുൻ എന്നതിൻ്റെ ജംആണ് ഖനവാത്ത്, ചാനലുകൾ. മിനൽ ഖനവാത്തി, ഫ്രം ദി ചാനൽസ്. അൽ അറബിയ, അറബിക് ചാനലുകളിൽ നിന്ന് ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ നമുക്ക് ശേഖരിക്കാം. ലെറ്റ് us കമ്പൈൽ, അല്ലെങ്കിൽ ലെറ്റ് us ഗ്യാദർ യെസ്റ്റർഡേസ് ബ്രേക്കിംഗ് ന്യൂസ് ഫ്രം അറബിക് ചാനൽ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഈ ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ, അറബി ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് നോക്കൂ നിങ്ങൾ, ഇതൊരു അറബി ചാനലാണ്. ഈ ചാനലിൻ്റെ പേര് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഈ ചാനലിൻ്റെ പേര് ഇവിടെ ഈ സൈഡിൽ, വലത് സൈഡിൽ കൊടുത്തത് കണ്ടില്ലേ നിങ്ങൾ? അൽ ജസീറ എന്നാണ് എഴുതിയിരിക്കുന്നത്. അൽ ജസീറ.
അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അൽ ജസീറ അറബിക് ലൈവ് അല്ലെങ്കിൽ അൽ ജസീറ ലൈവ് അറബിക് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ അറബി ചാനൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലതാ, ഇവിടെ ആജിൽ എന്ന് കൊടുത്ത കണ്ടില്ലേ, ആജിൽ അഖ്ബാറുൽ ആജില അല്ലെങ്കിൽ ഖബറുൻ ആജിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ബ്രേക്കിംഗ് ന്യൂസാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആജിൽ എന്ന് എഴുതിയിരിക്കുന്നത്, ബ്രേക്കിംഗ് ന്യൂസ്. അപ്പോൾ ആ നേരത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ഇതാ ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തേതല്ലല്ലോ വേണ്ടത്, ഇന്നലത്തേതല്ലേ. ഇന്നലത്തേത് കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പഴയ വീഡിയോകളെല്ലാം ആ ചാനലിൽ കാണാൻ സാധിക്കും. അതിൽ നോക്കിയിട്ട് ഇത് എഴുതിയെടുത്താൽ മതി. അതുപോലെ മറ്റൊരു ചാനലാണ് ഇത്. ഈ ചാനലിൻ്റെ പേരാണ് അൽ അറബിയ. അൽ അറബിയ എന്നാണ് ഈ അറബിക് ചാനലിൻ്റെ പേര്. ആജിൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഈ ഭാഗത്താണ് ഈ ബ്രേക്കിംഗ് ന്യൂസുകൾ വരിക എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ കൊടുത്തത് എന്ന് വായിച്ചു നോക്കാം. ട്രംപ് പറയാണ്, ഇറാൻ ലാ യജിബു അൻ തംതലിക സിലാഹൻ നബവിയൻ. അതായത് ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് വേണ്ട, അത് ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് പറഞ്ഞത്. അത് ട്രംപ് ആ നേരത്ത് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ആ നേരം ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഇതാണ് ബ്രേക്കിംഗ് ന്യൂസ്. അപ്പോൾ ഇത് അൽ അറബിയ ചാനൽ ലൈവ് എന്നടിച്ചാൽ നിങ്ങൾക്ക് ഇതും കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ എഴുതും എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ്, അറബി ബ്രേക്കിംഗ് ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് എങ്ങനെ കിട്ടുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ആ വർക്ക് സിമ്പിളാണല്ലോ, എല്ലാവരും ചെയ്യാം. ഓക്കെ, ആ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് നോക്കാം. പ്രൊഫസർ ജോൺ ജോസഫിനോടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം മറുപടി പറയാണ്, ലിതഗയ്യുറാത്തിൽ മുനാഖി തഅ്സീറാത്തുൻ ഖതീറ ഫിൽ ബിഅ ലിതഗയ്യുറാത്തിൽ മുനാഖ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് തഅ്സീറാത്തുൻ, അതിന് ഇമ്പാക്റ്റുകളുണ്ട്. ഖതീറ അപകടകരമായ, ഡേഞ്ചറസ് ആയിട്ടുള്ള. ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ഡേഞ്ചറസ് ഇമ്പാക്ട്സ്, കാലാവസ്ഥാ വ്യതിയാനത്തിന് ഭീകരമായ അല്ലെങ്കിൽ അപകടകരമായ ആഘാതങ്ങളുണ്ട്. ഫിൽ ബിഅത്തി, പ്രകൃതിയിൽ. ഓൺ ദി എൻവയോൺമെൻറ്റ്. ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ഡേഞ്ചറസ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് എഫക്ട്സ് ഓൺ ദി എൻവയോൺമെൻറ്റ്. എന്തൊക്കെയാണത്? സതർഫഉ, ഉയരും. വിൽ റൈസ്. ദറജാത്തിൽ ഹറാറത്തി, ടെമ്പറേച്ചർ ലെവൽ, ടെമ്പറേച്ചർ ഡിഗ്രീസ്, അന്തരീക്ഷത്തിലെ ചൂട് കൂടും. ആൻഡ് തസീദു, വർദ്ധിക്കും, ഇൻക്രീസ്. അൽ ജഫാഫ്, ഡ്രോട്ട്, വരൾച്ച വർദ്ധിക്കും. ആൻഡ് അൽ ഖഹ്ത്ത് എന്ന് പറഞ്ഞാലും വരൾച്ച, അരിഡിറ്റി, അല്ലെങ്കിൽ ഫാമിൻ എന്നും പറയാം. ഫാമിൻ, ദാരിദ്ര്യം, വരൾച്ച എന്നൊക്കെ പറയാം അതിന്. ജഫാഫ്, ഖഹ്ത്ത് എന്ന ഏതാണ്ട് ഒരേ മീനിങ് ആണ്. വരൾച്ച എന്ന് രണ്ടിനും പറയാം. ഖഹ്ത്ത് എന്ന വേർഡിന് അരിഡിറ്റി, അതുപോലെ വരൾച്ച എന്നും അതുപോലെ ഫാമിൻ എന്നും സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം പറയാറുണ്ട്. പിന്നെ എന്ത് സംഭവിക്കും? അപ്പോൾ വരൾച്ച ഉണ്ടാവും. ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം വറ്റും അല്ലേ, വരൾച്ച ഉണ്ടാകും. ആൻഡ് തുഫ്സിദു, ദാറ്റ് വിൽ ഡാമേജ്, അത് തകർക്കും, അല്ലെങ്കിൽ ദാറ്റ് വിൽ ഡിസ്റപ്റ്റ്, അത് തടസ്സമുണ്ടാക്കും. എന്തിന്? നിലാം അൽ ഹയാത്ത്. നിലാം എന്നാൽ സിസ്റ്റം, അൽ ഹയാത്തി ജീവിത സിസ്റ്റം, ലൈഫ് സിസ്റ്റത്തിന്, ജീവിത വ്യവസ്ഥക്ക്, ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ജീവിത വ്യവസ്ഥക്ക് അത് കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റുകളാണ്. സതർഫഉ ദറജാത്തിൽ ഹറാറ, ദാറ്റ് വിൽ റൈസ് ടെമ്പറേച്ചർ ഡിഗ്രീസ്. വതസീദുൽ ജഫാഫ വൽ ഖഹ്ത്, ഇൻക്രീസ് ഡ്രോട്ട്സ് ആൻഡ് ഫാമിൻ. വതുഫ്സിദു നിലാം അൽ ഹയാത്ത് ആൻഡ് ഡാമേജ് ലൈഫ് സിസ്റ്റംസ്. നഅം ബയാനുക വാളിഹുൻ. നഅം, യെസ്. ബയാനുക വാളിഹുൻ. ബയാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ബയാൻ എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ വിശദീകരണം, നിങ്ങളുടെ വാക്കുകൾ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ പ്രസ്താവന,
അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വിശദീകരണം, ബയാനുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ, ബഹുമാനത്തോടെ നിങ്ങളുടെ എന്ന് പറയാം നമുക്ക് മലയാളത്തിൽ. യെസ്, യുവർ സ്റ്റേറ്റ്മെൻറ്റ് വാദിഹുൻ, അത് ക്ലിയർ ആണ്, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. യെസ്, യുവർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ക്ലിയർ. യാ ദുക്തൂറ മുനാ മറിയം. എന്നിട്ട് ആങ്കർ പിന്നെ ഡോക്ടർ മുനാ മറിയത്തോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മാ ഹല്ലു ഹാദിഹിൽ മുഷ്കിലാത്ത്. മാ വാട്ട് ഈസ്, എന്താണ്, ഹൽ സൊല്യൂഷൻ, പരിഹാരം എന്താണ്, ഹാദിഹിൽ മുഷ്കിലാത്ത്, മുഷ്കിലത്തുൻ എന്നാൽ പ്രോബ്ലം, മുഷ്കിലാത്ത് പ്രോബ്ലംസ്, ഹാദിഹിൽ മുഷ്കിലാത്ത് ദീസ് പ്രോബ്ലംസ്, ഈ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ എന്താണ്, വാട്ട് ആർ ദ സൊല്യൂഷൻസ് ടു ദീസ് പ്രോബ്ലംസ്, ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്, ഡോക്ടർ മുനാ മറിയം പറയൂ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മുനാ മറിയം എന്ത് പറയുന്നു? ഹാദാ അംറുൻ ഹാം, ഹാദാ ദിസ് ഈസ്, അഥവാ ഇത് ആകുന്നു, അംറുൻ കാര്യമാണ്, ദിസ് ഈസ് എ മാറ്റർ, ഹാമുൻ പ്രധാനപ്പെട്ട, ഇമ്പോർട്ടൻ്റ് ആയ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് മാറ്റർ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ആലോചിക്കുന്നത്? അതൊരു പ്രധാന കാര്യമാണ്, ഇതിൻ്റെ പരിഹാരം അതാണല്ലോ വേണ്ടത്. യജിബു നിർബന്ധമാണ്, മസ്റ്റാണ്, അല ജമീ ദുവൽ, ദൗലത്തിൻ എന്നതിനെ ജംആൻ ദുവൽ രാജ്യങ്ങൾ, കൺട്രീസ്, ജമീ ദുവൽ എന്നാലോ ഓൾ കൺട്രീസ് എല്ലാ രാജ്യങ്ങളും, യജിബു അല ജമീ ദുവൽ എല്ലാ രാജ്യങ്ങൾക്കും നിർബന്ധമാണ്, എല്ലാ രാജ്യങ്ങളും നിർബന്ധമായിട്ട് ചെയ്യണം. ഓൾ കൺട്രീസ് മസ്റ്റ് എന്തു ചെയ്യണം? അൽ ഖിയാം നിർവഹിക്കണം, ചെയ്യണം, അണ്ടർടേക്ക് ചെയ്യണം, നിർവഹിക്കും, ബി തൗഇയതി ബോധവൽക്കരണം ചെയ്യണം, റേസ് അവെയർനെസ്, ഓൾ കൺട്രീസ് മസ്റ്റ് റേസ് അവെയർനെസ്, എല്ലാ രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. ആൻഡ് അന്നശാതാത്തിൽ ലാസിമ, നശാതാത്ത് ആക്ഷൻസ് പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ്, അല്ലാസിമ നെസസറി ആക്ടിവിറ്റീസ്, ഒന്ന് ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കണം, അതോടൊപ്പം ചില അത്യാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും വേണം. ജനങ്ങളോട് പറയണം, ഇങ്ങനെ പ്രകൃതിയിൽ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ജനങ്ങളോട് വിവരിക്കണം. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, പെട്രോള്, അതുപോലെ പ്ലാസ്റ്റിക്, അതുപോലെ കാര്യങ്ങളൊന്നും അമിതമായിട്ട് ഉപയോഗിക്കരുത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. അതോടൊപ്പം വേറെ ചില കാര്യങ്ങൾ ചെയ്യണം, ചില നെസസറി ആക്ടിവിറ്റീസ്, നശാത്താത്തുൽ ലാസിമ, ലാസിമ എന്ന് പറഞ്ഞാൽ നെസസറി അത്യാവശ്യമായ നിർബന്ധമായ ചില നശാത്താത്ത് ആക്ടിവിറ്റീസ് ആക്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാ? മിഥില ലൈക്ക് അല്ലെങ്കിൽ സച്ച് ആസ്, മിഥില എന്ന് പറഞ്ഞാൽ പോലെ, എന്തെല്ലാം പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അത്തസ്ജീർ, ഷജറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മരം. തസ്ജീർ എന്നാൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അഥവാ വനവൽക്കരണം എന്ന് മലയാളത്തിൽ പറയാം. സച്ച് ആസ് പ്ലാന്റിങ്, പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുക, ട്രീ പ്ലാന്റിങ്. ആൻഡ് അപ്പോൾ ഒന്ന് വനവൽക്കരണം അഥവാ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, തസ്ജീർ എന്നാണ് അറബിയിൽ പറയുക. പിന്നെ എന്ത് ചെയ്യണം? ആൻഡ് അൽ മുഹാഫലത്ത് പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, മുഹാഫലത്ത്, അലൽ ബിഅതി പ്രകൃതി സംരക്ഷണം, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ സംരക്ഷിക്കുക. എന്തിൽ നിന്നും? മീന തൽവീസ്, തൽവീസ് എന്നാൽ പൊല്യൂഷൻ, മലിനീകരണം. മീന തൽവീസ് ഫ്രം ദി പൊല്യൂഷൻ, പൊല്യൂഷനിൽ അഥവാ മലിനീകരണത്തിൽ നിന്ന് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. പുഴകളും മറ്റും നമ്മൾ ഇങ്ങനെ മലിനമാക്കാൻ പാടില്ല. അതോടൊപ്പം മരങ്ങൾ പരമാവധി നട്ടുപിടിപ്പിക്കുക. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുണ്ട്. ഇതാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ. ശേഷം ആങ്കർ പറയാണ്, ത്വബ്അൻ, ഓഫ് കോഴ്സ്, ശരിയാണ്, തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ്, ത്വബ്അൻ. നഅമലു, നമുക്ക് പ്രവർത്തിക്കാം. വി വർക്ക്. ലിഇസ്ലാഹി, നന്നാക്കുവാൻ. ടു ഫിക്സ്. അൽ അർള്, ഭൂമിയെ നന്നാക്കുവാൻ.
ടു ഫിക്സ് ദ എർത്ത് വൽ ബീഅ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. നമുക്ക് ഈ പ്രകൃതിയെ ശരിയാക്കുവാനും അതുപോലെ ഭൂമിയെയും പ്രകൃതിയെയും നന്നാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. വി വർക്ക് ഫോർ ദ റീസ്റ്റോറേഷൻ ഓഫ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ വി വർക്ക് ടു ഫിക്സ് ദ എർത്ത് ആൻഡ് ദി എൻവയോൺമെൻറ്റ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ഫിക്സ് അഥവാ നന്നാക്കുക, റീസ്റ്റോർ ചെയ്യുക, അഥവാ ഇപ്പോൾ തകർന്നു പോയ ഈ ഭൂമിയെ നന്നാക്കിയെടുക്കുക. അതാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുക, അതാണ് ഇസ്ലാഹ്. അത് നമുക്ക് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശേഷം അദ്ദേഹം ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ. അഅ്തദിറു മിനൽ ളുയൂഫിൽ കിറാം, അഅ്തദിറു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അഅ്തദിറു, ഐ അപ്പോളജൈസ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. മിനൽ ളുയൂഫിൽ കിറാം, ഹോണറബിൾ ഗസ്റ്റുകളോട്, ഈ ആദരണീയരായ ഗസ്റ്റുകളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ അപ്പോളജൈസ് ടു അവർ ഹോണറബിൾ ഗസ്റ്റ്. എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? അല ഇൻതിഹാ, അവസാനിക്കുന്നതിൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിൽ. അൽ മുനാഖഷ, ദിസ് ഡിസ്കഷൻ, ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിൽ ഞാൻ ഈ ഗസ്റ്റുകളോട് ക്ഷമ ചോദിക്കുന്നു. അഥവാ നമുക്കിത് ചർച്ച അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ നിർബന്ധിതരാണ് ചർച്ച അവസാനിപ്പിക്കാൻ, ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ അതിഥികളോട് ക്ഷമ ചോദിക്കുകയാണ്, നമ്മൾ നിർത്താൻ പോവുകയാണ്. വ ഇഖ്തിതാം, ഇഖ്തിതാം എന്നാലോ കൺക്ലൂഡ് ചെയ്യുക, കൺക്ലൂഷൻ, അതും അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഗുർഫത്തുൽ ആറാ, ഗുർഫത്തുൽ ആറാ എന്ന ഈ പ്രോഗ്രാം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിലും, അഥവാ അതും നിർത്തുകയാണല്ലോ ഈ ചർച്ച. ആ ചർച്ച ഈ ഗുർഫത്തുൽ ആറാ എന്ന പ്രോഗ്രാമിലാണ് ഈ ചർച്ച. ആ ചർച്ചയെ അവസാനിക്കുകയാണ്, ഗുർഫത്തുൽ ആറാ എന്ന അന്നത്തെ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു, നമ്മളെ സമയമായിരിക്കുന്നു. എൻ്റെ ഈ ബഹുമാനപ്പെട്ട അതിഥികളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, നമുക്കിനി സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രൻ, താങ്ക് യു, ശുക്രൻ. ഈ അതിഥികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, അത് ഒരു മാന്യമായ ഒരു സംസാര ശൈലിയാണ്. ശേഷം അദ്ദേഹം ശുക്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരമായി നമ്മൾ ഇപ്പോൾ ഈ പാഠം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലെ വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ വർക്കുകൾ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.